ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്കായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോയി അത് കണ്ടിട്ട് വരിക. പിന്നെ അവരുടെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ എക്സോട്ടിക് സ്നേക്സ് ആണ്. ഇതിൽ ഞങ്ങൾ ആദ്യം കണ്ടത് ബാൾ പൈതൺസിനെയാണ്. ബാൾ പൈതൺസ് അത്യാവശ്യം കാമായിട്ടുള്ള സ്നേക്സ് ആണ്. അതുപോലെ തന്നെ ഇത് നോൺ വെനമസ് ആണ്. വീട്ടിലൊക്കെ ഈസി ആയിട്ട് വളർത്താൻ പറ്റും. പിന്നെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ മസ്കുലർ ആയിട്ടുള്ള ബോഡിയാണ്. ഞാനിവിടെ കണ്ടതിൽ ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു വൈറ്റ് ബാൾ പൈതണാണ്. അത് ഭയങ്കര ക്യൂട്ടാണ് ഗൈസ്. വൈറ്റ് കളറും അതിൻ്റെ സ്കെയിൽസും പിന്നെ അതിൻ്റെ ബ്ലൂ ഐസും ഒക്കെയാണ് അതിനെ ഏറ്റവും ഭംഗിയുള്ളതാക്കി മാറ്റുന്നത്. വളരെ കാമായിട്ടുള്ളൊരു സ്നേക്കായിട്ടാണ് എനിക്ക് അതിനകത്ത് തോന്നിയത്. പിന്നെ ഇവർക്ക് ഇവിടെ 2 കിങ് സ്നേക്സ് ഉണ്ട്. അതിൽ ബ്ലാക്ക് കിങ് സ്നേക്കിനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അത് ഭയങ്കര ഡാർക്ക് കളറും കാമും ഒക്കെ ആയിരുന്നു. പിന്നെ ഇവർ നോൺ വെനമസ് ആണ്. നമുക്ക് ഇവർക്ക് വീട്ടിലൊക്കെ വളർത്താൻ പറ്റുന്ന സാധനമാണ്. അനാക്കോണ്ട എന്ന് പറയുന്ന പാമ്പിനെ കുറിച്ച് പഠിച്ചു തുടങ്ങിയ കാലം മുതൽ ഉള്ളൊരു ഡ്രീമാണ് എന്തെങ്കിലും ഒരിക്കലും ഒരു ഗ്രീൻ അനാക്കോണ്ടയെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത്. പക്ഷേ ഗ്രീനിനെ കിട്ടിയില്ലെങ്കിൽ നമുക്കിവിടെ ഒരു യെല്ലോ അനാക്കോണ്ടയെ കിട്ടി ഗൈസ്. അതുകൊണ്ട് തന്നെ എനിക്കിതൊരു ഡ്രീം മൊമെൻ്റ് പോലെയായിരുന്നു. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ അനാക്കോണ്ടയെ തന്നെയായിരുന്നു. അനാക്കോണ്ടയുടെ ബോഡിയുടെ സ്ട്രെങ്ത് എത്രയാണെന്നുള്ളത് നമുക്കൊരു ഊഹം ഉണ്ടല്ലോ. അതിനൊക്കെ ഒരുപാട് മുകളിലാണെന്ന് എനിക്ക് അതിനെ ഹാൻഡിൽ ചെയ്തപ്പോൾ തോന്നി. പിന്നെ ഞങ്ങളിവിടെ ഒരു ബിയർഡഡ് ഡ്രാഗനെ കണ്ടു ഗൈസ്. ബിയർഡഡ് ഡ്രാഗൻ ഒരു എക്സോട്ടിക് പെറ്റാണ്. ഒരു ലിസാർഡ് ഗ്രൂപ്പിൽ പെടുന്ന ഒരു ജീവിയാണ്. പിന്നെ ഇതിൻ്റെ ഡയറ്റ് വരുമ്പോഴത്തേക്ക് ഇത് ഒമ്നിയോറസ് ആണ്. അപ്പോൾ ഇത് പ്രാണികളെയും ഫ്രൂട്ട്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കുന്ന ഒരു ജീവി കൂടെയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഇവരുടെ ഏവിയേറിയത്തിലേക്കാണ്. ഏവിയേറിയം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. സാധാരണ നമ്മൾ കിളികളെയൊക്കെ വളർത്തുന്നത് ചെറിയ കൂടുകളിലാണല്ലോ. ഇതൊരു വലിയ കൂടായിരിക്കും, അടഞ്ഞ ഒരു വലിയ കൂടായിരിക്കും. ഇതിനകത്ത് കിളികൾക്ക് ഫ്രീ ആയിട്ട് പറക്കാനും അവർക്ക് കൂട് കൂട്ടി മുട്ടയിടാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ടായിരിക്കും. അപ്പം നമുക്ക് ഇവിടെ ഉള്ളൊരു ഫെസിലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് ഈ ഏവിയേറിയത്തിനകത്ത് നിൽക്കാം, ഈ പറയുന്ന പക്ഷികൾക്ക് ഫീഡ് ചെയ്യാം, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം. അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. ഇതിനകത്ത് മെയിനായിട്ട് ഉള്ളത് പലതരത്തിലുള്ള പാരറ്റുകളാണ്. ഇപ്പം ഈ സൺകുണൂർ, കോക്ടെയിൽ, അതുപോലെയുള്ള പല പല തത്തകൾ ഇതിനകത്തുണ്ട്. അതുകൂടാതെ ഈ ഗോൾഡൻ പെസൻറ്റ് പോലെയുള്ള ബേർഡ്സ്, മുയൽ, പിന്നെ അതുപോലെ തന്നെ ഷുവർ ഗ്ലൈഡർ, ഇതെല്ലാം ഇതിനകത്തുണ്ട്. നമുക്ക് ഇവരെല്ലാം തൊടാനും ഫീഡ് ചെയ്യാനും ഒക്കെ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇവരുടെ കൂടത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റീസ് ആണെന്നുള്ളതും മനസ്സിലാവും. അതുപോലെ തന്നെ ഏറ്റവും രസമായിട്ട് എനിക്ക് തോന്നിയത് ഇവരുടെ കാലും ചുണ്ടും ഒക്കെ ഫുഡ് കഴിക്കാൻ ഉപയോഗിക്കുന്നത് അടുത്തു നിന്ന് കണ്ടതാണ്. നമ്മൾ ഒരു ടൂളും എങ്ങനെ ഉപയോഗിക്കുന്നോ അതുപോലെയാണ് ഇവരുടെ ബീക്കും അതുപോലെ ആ കാലും ഒക്കെ ഉപയോഗിക്കുന്നത്. ബീക്ക് മാത്രമല്ല, ഇവരുടെ നാക്കിനും വളരെ പ്രത്യേകതകളുണ്ട്. നമ്മൾ നമ്മുടെ വിരലുകൾ എങ്ങനെ ഉപയോഗിക്കുന്നോ അതുപോലെയാണ് അവരവരുടെ നാക്കുകൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇവരുടെ കൂട്ടത്തിൽ ഒരു പച്ച തത്തയുണ്ടായിരുന്നു. ആളിടയ്ക്ക് വന്ന് ഹലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇവരുടെ കൂട്ടത്തിൽ സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഈ ഒരാളെ മാത്രമാണ് തോന്നിയത്. പിന്നെ ഇവിടെ ഒരു കോഴി പോണ്ട് ഉണ്ട്. അതിൽ നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കിട്ടും. ആ ഫുഡ് നമുക്ക് ഫിഷിന് ഫീഡ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഒട്ടകപ്പക്ഷി ഉണ്ടായിരുന്നു. ഒട്ടകപ്പക്ഷി ആളിച്ചിരി ഡേഞ്ചറാണ്. അതുകൊണ്ട് ഞങ്ങൾ അധികം അടുത്തോട്ട് പോയില്ല. അതേ ഞങ്ങൾ പോയത് എമുവിൻ്റെ അടുത്താണ് ഗൈസ്. എമു എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു, മനസ്സിലായില്ല. എല്ലാം മനസ്സിലായതുപോലെ ഞാൻ അഭിനയിച്ചു. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. പിന്നെ ഒരു പ്രത്യേകതയുള്ളത് ഇവൻ്റെ കണ്ണിനാണ്. ഇവൻ്റെ കണ്ണ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലായി. ഇവന് 3rd ഐലൻഡ് ഉണ്ട്, 3ാമത്തെ ഐലൻഡ്. ഞാൻ ഫസ്റ്റ് പാർട്ടിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാം പരിഹരിക്കാം. ബൈ ബൈ. കാര്യം അത് വീഡിയോ നിങ്ങൾ കണ്ടന്റൊക്കെ അല്ലേ
പറയണ മെക്സിക്കൻ ഗ്രീൻ ഇഗ്വാന.